വർഷങ്ങളായി ആയിരക്കണക്കിന് പ്രഗത്ഭരായ ഇന്ത്യക്കാരുടെ അമേരിക്കൻ സ്വപ്നമായാണ് H-1B വിസ കണക്കാക്കപ്പെട്ടിരുന്നത്. ആഗോള എക്സ്പോഷർ, കരിയറിലെ വളർച്ച, സാമ്പത്തിക സുരക്ഷിതത്വം എന്നിവയൊക്കെയായിരുന്നു ഇതിൻ്റെ വാഗ്ദാനങ്ങൾ. എന്നാൽ ഇന്ന് ഇതേ വിസ അമിതമായ ഉത്കണ്ഠയ്ക്കും അനിശ്ചിതത്വത്തിനും കാരണമായിരിക്കുകയാണ്. H-1B വിസ കൈവശമുള്ളവരിൽ 72% ഇന്ത്യക്കാരാണ്. ഈ ആധിക്യം കാരണം തന്നെ അവർ ഇന്ന് കടുത്ത നിരീക്ഷണങ്ങൾക്കും വിധേയരാകുന്നു. സോഷ്യൽ മീഡിയ നിരീക്ഷണങ്ങൾ, പോളിസി തലങ്ങളിൽ ചർച്ച ചെയ്യപ്പെടുന്ന അപേക്ഷാ ഫീസിലെ വർധനവ്, വിസ അപ്പോയിൻമെൻറ്റ് സ്ലോട്ടുകൾ ലഭിക്കുന്നതിലെ വെല്ലുവിളികൾ എന്നിവയെല്ലാം വിസ ഉടമകളെ ആശങ്കയിലാക്കുന്നുണ്ട്. മുമ്പ് ഒരു H-1B വിസ ലഭിക്കുമ്പോൾ ഉണ്ടായിരുന്ന സുരക്ഷിത ബോധം സാവധാനം ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. നിലവിലുള്ള പിരിമുറുക്കത്തിന് ഇടയിലാണ് തൊഴിൽ നഷ്ടങ്ങൾ പുതിയൊരു ഭീതിയായി വളരുന്നത്. H-1B വിസയിൽ ജോലി ചെയ്യുന്ന നിരവധി പ്രൊഫഷണലുകൾ, പ്രത്യേകിച്ച് ടെക് മേഖലയിലുള്ളവർ ചോദിക്കുന്ന പ്രസക്തമായ ചോദ്യം ഇതാണ്: H-1B വിസയിൽ ആയിരിക്കുമ്പോൾ ജോലി നഷ്ടപ്പെട്ടാൽ എന്ത് സംഭവിക്കും? വിസ ഫീസിൽ വരാനിരിക്കുന്ന വലിയ വർധനവിനെക്കുറിച്ചുള്ള ചർച്ചകളും കർശനമായ നിയമന രീതികളും കാരണം ജോലി നഷ്ടപ്പെട്ട H-1B തൊഴിലാളികളെ നിയമിക്കാൻ കമ്പനികൾ മടിക്കുമെന്ന് പലരും ഭയപ്പെടുന്നു. ഓൺലൈനിൽ ചർച്ച ചെയ്യപ്പെടുന്ന മറ്റൊരു ഗൗരവമായ സാഹചര്യം ഇതാണ്. ചില ജീവനക്കാർ US-ന് പുറത്തായിരിക്കുമ്പോൾ പിരിച്ചുവിടപ്പെടുന്നു. എന്നാൽ നോട്ടീസ് പീരീഡ് ആയതിനാൽ അവർ അപ്പോഴും പേ റോളിൽ തുടരുന്നുണ്ടാകും. ഇവർ തിരികെ US-ലെത്തുമ്പോൾ വിമാനത്താവളങ്ങളിൽ കസ്റ്റംസ് ആൻഡ് ബോർഡർ പ്രൊട്ടക്ഷൻ ഉദ്യോഗസ്ഥർ പലപ്പോഴും രണ്ടാം ഘട്ട പരിശോധനയ്ക്കായി ഇവരെ തടഞ്ഞു വയ്ക്കുന്നു. റിപ്പോർട്ട് ചെയ്യപ്പെട്ട ചില കേസുകളിൽ പേറോൾ അവസാനിക്കുന്ന തീയതി വരെ മാത്രം രാജ്യത്ത് തുടരാമെന്ന വാക്കാലുള്ള മുന്നറിയിപ്പോടെ പ്രവേശനം അനുവദിക്കുന്നുണ്ട്. എന്നാൽ ഇതിനായി രേഖാമൂലം യാതൊരു രേഖയും നൽകുന്നില്ല. മാത്രമല്ല അവരുടെ I-94 റെക്കോർഡിൽ പഴയ കാലാവധി തന്നെ കാണിക്കുകയും ചെയ്യും. ഇത് വലിയ ആശയക്കുഴപ്പത്തിനാണ് വഴിമാറുന്നത്. വിസ കോഡ് സഹസ്ഥാപകനും ഇമിഗ്രേഷൻ അറ്റോർണിയുമായ ജ്ഞാനമൂക്കൻ സെന്തുർ ജ്യോതി H-1B നിയമപ്രകാരമുള്ള 60 ദിവസത്തെ ഗ്രേസ് പീരീഡിനെ കുറിച്ച് ആളുകൾക്കിടയിൽ തെറ്റായ ധാരണയുണ്ടെന്ന് വ്യക്തമാക്കുന്നുണ്ട്. ഫിനാൻഷ്യൽ എക്സ്പ്രസിനോട് സംസാരിക്കവെയാണ് അദ്ദേഹം ഇക്കാര്യം പറയുന്നത്. അദ്ദേഹത്തിൻ്റെ വിശദീകരണം ഇങ്ങനെയാണ്: ജോലി നഷ്ടപ്പെട്ടതിന് ശേഷം ഒരു പുതിയ തൊഴിലുടമയെ കണ്ടെത്താനോ സ്റ്റാറ്റസ് മാറ്റാനോ അല്ലെങ്കിൽ രാജ്യം വിടാൻ തയ്യാറെടുക്കാനോ വേണ്ടി മാത്രമാണ് ഈ ഗ്രേസ് പീരീഡ് അനുവദിക്കുന്നത്. ഒരാൾ വിദേശത്തായിരിക്കുമ്പോൾ ജോലിയിൽ നിന്ന് പിരിച്ചുവിടപ്പെട്ടാലോ അല്ലെങ്കിൽ പിരിച്ചുവിട്ട ശേഷം US വിട്ടുപോയാലോ ഈ ഗ്രേസ് പീരീഡ് ആനുകൂല്യം ലഭിക്കില്ല. കൃത്യമായ ജോലിയില്ലാതെ H-1B വിസയിൽ US-ലേക്ക് വീണ്ടും പ്രവേശിക്കുന്നത് ഉചിതമല്ല. കാരണം പ്രവേശനത്തിനുള്ള അടിസ്ഥാന നിബന്ധനകൾ ആ വ്യക്തി പാലിക്കുന്നില്ലെന്ന് CBP ഉദ്യോഗസ്ഥർ കണ്ടെത്തിയേക്കാം. ഒരിക്കൽ US വിട്ടാൽ ഗ്രേസ് പീരീഡ് തനിയെ അവസാനിക്കും. പിന്നീട് പുതിയ ജോലി ലഭിച്ചാലും അത് വീണ്ടും പുനരാരംഭിക്കാൻ കഴിയില്ല. ജോലി നഷ്ടപ്പെട്ട ശേഷം തിരികെ US-ലേക്ക് വരണമെങ്കിൽ പുതിയ തൊഴിൽ പെറ്റീഷനോ അല്ലെങ്കിൽ മറ്റൊരു നോൺ ഇമിഗ്രൻ്റ് വിസയോ ആവശ്യമാണ്. വിമാനത്താവളങ്ങളിൽ ഉദ്യോഗസ്ഥർ വാക്കാലോ രേഖാമൂലമല്ലാതെയോ നൽകുന്ന നിർദ്ദേശങ്ങൾ US സിറ്റിസൺഷിപ്പ് ആൻഡ് ഇമിഗ്രേഷൻ സർവീസസ് വഴി തിരുത്താൻ കഴിയില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു.